സമീപകാലത്ത് മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ എതിരാളികളും ചില മാധ്യമങ്ങളും അഴിച്ചുവിട്ട ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ചും അതുപോലെ മലബാറിലെ വിരുന്നിനെക്കുറിച്ചുമുള്ള ആരോപണങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അങ്ങേയറ്റം കടുത്ത ഭാഷയിലാണ് അദ്ദേഹം മറുപടി നൽകിയിരിക്കുന്നത്. തനിക്കെതിരെ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളും നടക്കുന്നത് കേവലം ഹീനവും മര്യാദഘട്ടതുമായ അപവാദ പ്രചരണങ്ങൾ മാത്രമാണെന്ന് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ആരോപണങ്ങളുടെ മുന്നിലൊടിക്കുന്ന വ്യക്തവും അതുപോലെ വസ്തുതാപരമായ മറുപടികൾ നിരത്തിയെന്നാണ് കോൺഗ്രസ് സൈബറാണികളെല്ലാം പറഞ്ഞു വെക്കുന്നത്. വാർത്താ സമ്മേളനത്തിനിടയിൽ ചോദ്യങ്ങളുമായി എത്തിയ മാധ്യമപ്രവർത്തകരുടെ ഇടപെടലുകളോട് തികച്ചും ഗൗരവത്തോടും രൂക്ഷവുമായാണ് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തത്. സംസ്ഥാനത്ത് പ്രളയക്കെടുതിയും അതുപോലെ കനത്ത പ്രകൃതി ദുരന്തങ്ങളും നിലനിൽക്കുമ്പോൾ വിരുന്നു സൽക്കാരത്തിൽ പങ്കെടുത്തുവന്ന രീതിയിൽ നടക്കുന്ന പ്രചരണങ്ങളെ അദ്ദേഹം പൂർണ്ണമായി തള്ളിപ്പറഞ്ഞു. ദുരന്തമുണ്ടായ ദിവസം രാവിലെ 5 മണിക്ക് വിവരം അറിഞ്ഞ സമയം മുതൽ അപ്പോൾ തന്നെ റവന്യൂ മന്ത്രി, ചീഫ് സെക്രട്ടറി, വിവിധ ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാർ, ജില്ലാ കളക്ടർമാർ, ജനപ്രതിനിധികൾ എന്നിവരുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനങ്ങൾ കൃത്യമായി ഏകോപിപ്പിച്ചിരുന്നു. NDRF സംഘത്തെ സജ്ജമാക്കുന്നതിനും നേവിയുടെ ഹെലികോപ്റ്ററുകളും കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടുകളും ദുരന്തബാധിത മേഖലയ്ക്ക് എത്തിക്കുന്നതിനും ഭരണകൂടം ദ്രുതഗതിയിലാണ് ഇടപെട്ടത്. എല്ലാ മന്ത്രിമാരും സ്ഥലാധിഷ്ഠിതമായി നേരിട്ട്, അതായത് ആ സമയാധിഷ്ഠിതമായി തന്നെ നേരിട്ട് എത്തുന്നതിനേക്കാൾ മുൻഗണന കൃത്യമായി ആസൂത്രണത്തിനും ഏകോപനത്തിനുമായിരുന്നുവെന്നും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം 3 മണിക്കൂർ കൂടുമ്പോൾ ഓഫീസിൽ നിന്നും വാർത്താക്കുറിപ്പുകൾ പുറപ്പെടുവിക്കുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ കൃത്യമായി ഏകോപിപ്പിച്ച ശേഷമാണ് താൻ ഉച്ചയ്ക്ക് 3 മണിക്ക് മലപ്പുറം പൊന്നാനിയിലെത്തിയത്. അവിടെ അടുത്തുള്ള ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ മുൻകൂട്ടി പ്രചരിക്കുന്ന നിസ്സാരമായ ഭക്ഷണമാണ് കഴിച്ചത്. എന്നാൽ അതിനെ വലിയ തരത്തിൽ ആഘോഷിക്കുന്ന ഇടമാണ് സൈബറിടങ്ങളിൽ ഉണ്ടായെന്നാണ് സതീശൻ പറഞ്ഞു വെക്കുന്നത്. മലബാറിലെ സ്വീകരണ രീതി അനുസരിച്ച് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചതിനെ ഇത്ര വലിയ അപവാദ പ്രചരണമാക്കി മാറ്റാൻ എന്ത് ഔചിത്യമാണുള്ളതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിക്കുകയും ചെയ്തു. 2018 പ്രളയകാലത്ത് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിരാഹാരമായിരുന്നു ഇരുന്നതെന്ന് തനിക്കറിയില്ലായിരുന്നുവെന്ന് പരിഹസിച്ച ശേഷം ദുരന്ത നിവാരണം കാര്യക്ഷമമായി നിർവഹിച്ച ശേഷമാണ് ഭക്ഷണം കഴിച്ചതെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. തൻ്റെ യാത്രകളെയും സന്ദർശനങ്ങളെയും വിമർശിക്കുന്ന എതിരാളികൾ മുൻകാലങ്ങളിൽ പാർട്ടി സമ്മേളനങ്ങൾക്ക് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതും ദുരന്ത നിവാരണ ഫണ്ട് വകമാറ്റിയതുമായ കാര്യങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ദുരന്ത സമയങ്ങളിൽ പോലും ചില കേന്ദ്രങ്ങൾ ബോധപൂർവം രാഷ്ട്രീയ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് വി ഡി സതീശൻ തുറന്നടിക്കുന്ന സാഹചര്യവും ഉണ്ടായി. സംസ്ഥാനത്തെ ഒരു ക്യാമ്പിലും ഭക്ഷണത്തിനോ മറ്റ് സഹായങ്ങൾക്കോ യാതൊരു തടസ്സവും ഉണ്ടായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ സതീശൻ ആറന്മുളയിൽ ഒരു പ്രത്യേക പാർട്ടി ഏരിയ സെക്രട്ടറി ഒരു സ്ത്രീയെ സ്വാധീനിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ തെറ്റായ കാര്യങ്ങൾ പറയിപ്പിക്കുകയായിരുന്നെന്നും പിന്നീട് ആ സ്ത്രീ തന്നെ സത്യം തിരുത്തി പറഞ്ഞിട്ടുണ്ടെന്നും വെളിപ്പെടുത്തുകയും ചെയ്തു. ദുരന്തങ്ങൾ നടക്കുമ്പോൾ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം ഹീനമായ പ്രവൃത്തികൾ ആരും ചെയ്യരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. സ്വർണ്ണക്കട ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങളിലും രാവിലെ മുതൽ രക്ഷാപ്രവർത്തനങ്ങൾ മേൽനോട്ടം വഹിച്ച ശേഷമാണ് മാറ്റിവെക്കാനാകാത്ത മറ്റ് പരിപാടികളിൽ പങ്കെടുത്തെന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. കാലാവസ്ഥാ മുന്നറിയിപ്പുകളുടെ താമസത്തെക്കുറിച്ച്, അതായത് മുന്നറിയിപ്പുകൾ വരുന്നതിലെ താമസത്തെക്കുറിച്ചും IMD അലർട്ടുകളെക്കുറിച്ചുമുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ശാസ്ത്രീയമായ വിശദീകരണമാണ് നൽകിയത്. അന്തരീക്ഷ വ്യതിയാനങ്ങൾ അനുസരിച്ച് ആദ്യം യെല്ലോ അലർട്ട് നൽകുകയും പിന്നീട് സാഹചര്യം വിലയിരുത്തി ഓറഞ്ചോ റെഡോ ആയി മാറ്റുകയും ചെയ്യുന്നത് IMDയുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം പോലുള്ള സംസ്ഥാനത്ത് അതിതീവ്ര മഴ പെട്ടെന്ന് പെയ്യുമ്പോൾ ആളുകളെ പെട്ടെന്ന് ഒഴിപ്പിക്കാൻ സമയം ലഭിക്കാറില്ല എന്നുള്ളത് വലിയൊരു പ്രായോഗിക വെല്ലുവിളി കൂടിയാണ്. വടശ്ശേരിക്കര ഉൾപ്പെടെയുള്ള മേഖലകളിൽ 300 മുതൽ 350 മില്ലിലിറ്റർ വരെയാണ് മഴ പെയ്തത്. ടൈം ഗ്യാപ്പില്ലാതെ പെയ്തിറങ്ങുകയായിരുന്നു. കടുത്ത എല്ലിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായി സമുദ്രോപരിതലത്തിൽ ചൂട് കൂടി നീരായി പെട്ടെന്ന് മേഘങ്ങളായി മാറി അതിതീവ്രമായി പെയ്യുന്ന പ്രതിഭാസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ കാലാവസ്ഥാ സുരക്ഷയെക്കുറിച്ച് മുമ്പ് തന്നെ താൻ മുൻകൈയെടുത്ത് സംസാരിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷത്തിരുന്ന കാലത്ത് ഈ ഗവൺമെന്റ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ശാസ്ത്രീയ റിപ്പോർട്ടുകളും നാസ നൽകിയ വിശകലനങ്ങളും നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ പല ഭരണകർത്താക്കളും തന്നോട് പരിഹാസത്തോടെയാണ് പെരുമാറിയതെന്ന് അദ്ദേഹം ഇവിടെ അത് ഓർമ്മിപ്പിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. പണ്ട് ബംഗാൾ ഉൾക്കടലിൽ പ്രതിഫലിച്ചിരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഇപ്പോൾ അറബിക്കടലിലും പ്രകടനമാണ്, അതായത് പ്രകടമായി തന്നെ ഉണ്ടാകുന്നുണ്ട്. കന്യാകുമാരി മുതൽ ഗുജറാത്ത് വരെയുള്ള മേഖലകൾ അതിതീവ്ര മഴയ്ക്ക് കടുത്ത ഭീഷണി നേരിടുന്ന ഇടങ്ങൾ കൂടിയാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ സംവിധാനങ്ങളെയും അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രോഗ്രാമുകളെയും ശക്തിപ്പെടുത്താൻ അന്താരാഷ്ട്ര മോഡലുകൾ മാതൃകയാക്കി തയ്യാറെടുപ്പുകൾ നടന്നു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന സാഹചര്യമുണ്ടായി. കൊച്ചി യൂണിവേഴ്സിറ്റി, ഹ്യൂം സെന്റർ തുടങ്ങിയ വിദഗ്ധ ഏജൻസികളുമായി സഹകരിച്ച് കാലാവസ്ഥാ പ്രവചനങ്ങൾ കൂടുതൽ കൃത്യതയുള്ളതാക്കാൻ നടപടികളും പുരോഗമിക്കുകയാണ്. ഏറെ വിവാദമാക്കാൻ ശ്രമിച്ച ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്കും കൃത്യമായി സാമ്പത്തിക വിവരങ്ങളും വസ്തുതകളും നിരത്തിയാണ് സതീശൻ എതിർക്കുകയും ചെയ്തത്. കൊച്ചിയിലെത്തിയ പ്രമുഖ ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പുമായി സംസ്ഥാനത്തിന്റെ നിക്ഷേപം ഉറപ്പിക്കുന്നതിനുള്ള നിർണായകമായ ചർച്ച നടക്കുന്നതിനാണ് താൻ ഹെലികോപ്റ്റർ യാത്ര നടത്തിയത്. തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഈ ബിസിനസ് സംഘം കേരളത്തിലേക്കും എത്തിയത്. തമിഴ്നാട് സർക്കാരിൽ നിന്നുള്ള
കടുത്ത മത്സരം മറികടന്ന് സംസ്ഥാനത്തേക്ക് പുതിയ വ്യവസായ നിക്ഷേപങ്ങൾ എത്തിക്കുക എന്ന വലിയ ഔദ്യോഗിക ദൗത്യമായിരുന്നു ഇതിന് പിന്നിലുണ്ടായിരുന്നത്. ആദ്യം വന്ദേ ഭാരത് ട്രെയിനിൽ യാത്ര ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും ബിസിനസ് ഗ്രൂപ്പിനായി ഞായറാഴ്ച അത്യാവശ്യമായി ഡൽഹിക്ക് മടങ്ങേണ്ടി വന്നതിനാൽ കൂടിക്കാഴ്ച നേരത്തെയാക്കാൻ അവർ ആവശ്യപ്പെടുകയായിരുന്നു. ഈ ഔദ്യോഗിക യാത്ര മൂലം സംസ്ഥാന ഖജനാവിൽ നിന്നും ₹1 പോലും അധികമായി സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ അദ്ദേഹം കരാറിൻ്റെ നിബന്ധനകളും വ്യക്തമാക്കി ചെയ്തു. അടുത്ത സെപ്റ്റംബർ 19 വരെ പ്രതിമാസം 80 ലക്ഷം രൂപ നൽകി 25 മണിക്കൂർ സൗജന്യമായി പറക്കാനുള്ള നിശ്ചിത കരാറിലാണ് ഗവൺമെൻറ് ഈ ഹെലികോപ്റ്റർ എടുത്തിട്ടുള്ളത്. ഈ സൗജന്യ കോട്ടയിലെ 25 മണിക്കൂർ സമയം ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഈ നിശ്ചിത വാടകത്തുക നൽകേണ്ടതുണ്ട്. നിലവിലെ അവസ്ഥയിൽ ആകെ 3-4 മണിക്കൂർ മാത്രമാണ് തങ്ങളും മന്ത്രിമാരും ചേർന്ന് ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിനാൽ തന്നെ സർക്കാരിന് യാതൊരു അധിക ചെലവും വന്നിട്ടുമില്ല. താൻ പാർട്ടി സമ്മേളനത്തിനോ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കോ അല്ല പോയതെന്നും പൂർണ്ണമായും സർക്കാരിനും സംസ്ഥാനത്തിനും ഗുണകരമാകുന്ന ഔദ്യോഗിക ആവശ്യത്തിനാണ് യാത്ര ചെയ്തതെന്നും സതീശൻ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. പണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഹെലികോപ്റ്റർ ഉപയോഗിക്കുകയും അതിൻ്റെ വലിയ തുക ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിൽ നിന്നും വകമാറ്റി നൽകുകയും ചെയ്ത പഴയ ചരിത്രമൊന്നും തന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്നും സതീശൻ എതിരാളികളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഹെലികോപ്റ്റർ യാത്രയുടെ സാങ്കേതിക വശങ്ങളും റൂട്ട് മാപ്പും വിശദീകരിച്ച് ഏവിയേഷൻ വിദഗ്ധൻ ജേക്കബ് കെ ഫിലിപ്പും മുഖ്യമന്ത്രിയുടെ വാദങ്ങളെ ശരിവെക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. പതിവ് ഹെലികോപ്റ്ററിലെ പൈലറ്റുമാരുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സം കാരണം ചിപ്സൺ ഏവിയേഷൻ താൽക്കാലികമായി നൽകിയ VT RGQ H145 അതുപോലത്തെ എയർവേസ് ഹെലികോപ്റ്ററാണ് ഉപയോഗിച്ചിട്ടുള്ളത്. രാവിലെ 8:13 ചാലക്കുടിൽ നിന്നും തിരുവനന്തപുരത്തെത്തിയ ഹെലികോപ്റ്റർ 9:27 കൊച്ചിയിലേക്ക് പുറപ്പെട്ടെങ്കിലും പ്രതികൂല കാലാവസ്ഥ കാരണം അരുവിക്കുഴി ഭാഗത്ത് വെച്ച് യാത്ര തുടരാനാകാതെ തിരുവനന്തപുരത്തേക്ക് തിരിച്ചിറങ്ങേണ്ടി വന്നു. പിന്നീട് കാലാവസ്ഥ മെച്ചപ്പെട്ടതോടെ ഉച്ചയ്ക്ക് 12:37 വീണ്ടും കൊച്ചിയിലേക്ക് തിരിക്കുകയും 1:52 നെടുമ്പാശ്ശേരിയിൽ ലാൻഡ് ചെയ്യുകയും ചെയ്യുകയായിരുന്നു. കരാർ പ്രകാരമുള്ള സൗജന്യ പറക്കൽ കോട്ട പൂർത്തിയാക്കാത്തതിനാൽ തന്നെ നടത്തിയ 4 മണിക്കൂർ 25 മിനിറ്റ് നീണ്ട യാത്രയ്ക്ക് പ്രത്യേക സാമ്പത്തിക ബാധ്യതയൊന്നും വന്നിട്ടുമില്ല. 2023 മുതൽ വാടകയ്ക്കെടുത്ത ഈ ഹെലികോപ്റ്റർ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് സംസ്ഥാന പോലീസാണ്. തീരദേശ, വനപ്രദേശ, പെട്രോളിംഗ്, ദുരന്ത നിവാരണം, നിയമപരിപാലന ദൗത്യങ്ങൾ എന്നിവയ്ക്കായിരുന്നു ഭൂരിഭാഗം പറക്കലും നടത്തിയത്. കൂടാതെ 10ലേറെ തവണ അത്യാസന്ന നിലയിലുള്ള രോഗികൾക്കായി അവയവ കൈമാറ്റ പ്രക്രിയകൾക്കും ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. സ്വകാര്യ ആവശ്യത്തിനാണ് യാത്ര ചെയ്തെന്ന ആരോപണത്തിൻ്റെ ഭാഗമായി ഭാര്യ പിതാവിനെ സന്ദർശിച്ചതിനെക്കുറിച്ച് ഉയർന്ന ചോദ്യങ്ങൾക്കും അദ്ദേഹം കൃത്യമായി വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട്. കൊച്ചിയിൽ നിശ്ചയിച്ചിരുന്ന ഔദ്യോഗിക കൂടിക്കാഴ്ചകൾക്കിടയിൽ ആശുപത്രിയിൽ കഴിയുന്ന ഭാര്യ പിതാവിനെ സന്ദർശിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഇതിൽ യാതൊരുവിധ ചട്ടലംഘനവും ഇല്ല എന്നും അദ്ദേഹവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങളും വ്യക്തമാക്കുകയും ചെയ്തു. വസ്തുതകൾ പൂർണ്ണമായി മറച്ചുവെച്ച് വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച മാധ്യമ രീതിയെയും എതിരാളികളുടെ കുത്തിത്തിരിപ്പുകളെയും ശക്തമായി നേരിട്ടതോടെ വിഷയം രാഷ്ട്രീയ ചർച്ചകളിൽ വലിയ തരംഗമായി മാറിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ UDFിൻ്റെ സൈബർ ഹാൻഡിലുകൾ ഇതെല്ലാം ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയുമാണ്.